ഏവർക്കും നമസ്കാരം. +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്കും ആൻസറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 25. ഈ ദിവസം രാജ്യത്ത് ദേശീയ വോട്ടർ ദിനമായി ആചരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം ഏതാണ്? 1951 ഒക്ടോബർ, 1952 ഫെബ്രുവരി കാലഘട്ടം. അതിനെ 52 ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് 52 പൊതു തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നു. 52 പൊതു തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നു. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1957 രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 11 അംഗ മന്ത്രിമാരായിരുന്നു. EMSനെ ഉൾപ്പെടെ 11 പേരുണ്ടായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1951 ഭാരതീയ ജനസംഘം സ്ഥാപിച്ച പ്രമുഖ നേതാവ് ആര്? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു ദേശം എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഭാരതീയ ജനസംഘമാണ്. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1959 C രാജഗോപാലാചാരി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വതന്ത്ര പാർട്ടി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായി മാറിയ പാർട്ടി ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. 16 സീറ്റുകൾ നേടി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതി ഭരണം 356 ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായി പിരിച്ചുവിട്ട സംസ്ഥാന ഗവൺമെന്റ് ഏതാണ്? 1959 കേരളത്തിലെ EMS നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ആണ്. 356 വകുപ്പ് അനുസരിച്ച്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. കേരളം. 1982 വടക്കം പറവൂർ എറണാകുളത്താണ്. എറണാകുളം ജില്ലയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം ഏതാണ്? 1948 സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം. 12ാമത്തെ ക്വസ്റ്റ്യൻ, 1951 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ പുനഃസംഘടിപ്പിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച നേതാവ് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശേഷം ഭാരതീയ ജനസംഘം സ്ഥാപിച്ച മന്ത്രി ആരായിരുന്നു? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. 1950 ലിയാഖത്ത് നെഹ്റു കരാറിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലെ ആകെയുള്ള 489 സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ എത്രയായിരുന്നു? 364. 15ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വോട്ടിംഗ് രീതി എപ്രകാരമായിരുന്നു? ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക പേരും ചിഹ്നവുമുള്ള ബാലറ്റ് ബോക്സുകൾ പോളിംഗ് ബൂത്തിൽ വെച്ചിരുന്നു. വോട്ടർമാർ തങ്ങളുടെ ബാലറ്റ് പേപ്പർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ബോക്സിൽ നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായി. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടി ഒരു മധ്യവർഗ പാർട്ടിയായി പ്രവർത്തിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രീയ നിരീക്ഷകനാര്? രജനി കോത്താരിയാണ്. ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടി ഒരു മധ്യവർഗ പാർട്ടിയായി പ്രവർത്തിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രീയ നിരീക്ഷകൻ രജനി കോത്താരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന മറ്റൊരു പ്രധാന തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വോട്ടർമാർ
ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെ സീൽ പതിപ്പിക്കുന്ന രീതി നടപ്പിലാക്കിയത് എത്രാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതലാണ്? 3-ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ ജനസംഘം ഉന്നയിച്ച അഖണ്ഡ ഭാരതം എന്ന ആശയം എന്തിനെയാണ് ലക്ഷ്യമിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം അവസാനിപ്പിച്ച് ഒന്നായി മാറണമെന്ന ആശയമാണ് അഖണ്ഡ ഭാരതം. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രായപരിധി എത്രയായിരുന്നു? അപ്പൊ 21 വയസ്സ്. 1989 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രായപരിധി 21 നിന്ന് 18ആയി കുറച്ചത്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, 1951-ൽ സ്ഥാപിക്കപ്പെട്ട ഭാരതീയ ജനസംഘത്തിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? കത്തുന്ന ദീപമായിരുന്നു. 24-ാമത്തെ ക്വസ്റ്റ്യൻ, 1952-ലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് വിഹിതം നേടിയ രണ്ടാമത്തെ വിഭാഗം ഏതായിരുന്നു? സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. 25-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ കോൺഗ്രസ് എന്നത് ആശയങ്ങളുടെയും വ്യത്യസ്ത താല്പര്യങ്ങളുടെയും ഒരു വലിയ കുടക്കീഴിലാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രജനി കോത്താരിയാണ്. ഇന്ത്യൻ കോൺഗ്രസ് എന്നത് ആശയങ്ങളുടെയും വ്യത്യസ്ത താല്പര്യങ്ങളുടെയും ഒരു വലിയ കുടക്കീഴാണ് എന്ന് വിശേഷിപ്പിച്ചത്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, 1957-ൽ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച ആകെ സീറ്റുകൾ എത്രയായിരുന്നു? 60 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. ഈ 5 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ആകെ 126 സീറ്റുകളിൽ 60 സീറ്റുകൾ. 27-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതലാളിത്ത വിരുദ്ധ സ്വകാര്യ ഉടമസ്ഥ വിരുദ്ധ നയം വേണമെന്ന് വാദിച്ച പ്രധാന പ്രതിപക്ഷ പാർട്ടി ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ, 1950-കളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1934-ലാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപീകരിച്ച ഗ്രൂപ്പാണിത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര പാർട്ടി മുന്നോട്ട് വെച്ച പ്രധാന സാമ്പത്തിക നയം എന്തായിരുന്നു? സ്വകാര്യ സംരംഭങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കലുമായിരുന്നു. 31-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭാരതീയ ജനസംഘത്തിന്റെ ആശയപരമായ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സംഘടന ഏതാണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്. 32-ാമത്തെ ക്വസ്റ്റ്യൻ, 1951-ലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് ചെയ്ത ജനങ്ങളുടെ ശതമാനം എത്രയായിരുന്നു? ഏകദേശം 44.87% ആയിരുന്നു. 44.87%, ഏകദേശം 45%. 33-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനാധിപത്യം ഒരു അത്ഭുതമാണ് എന്ന് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അഭിപ്രായപ്പെട്ട പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകൻ ആരാണ്? സർ ഐവർ ജെന്നിംഗ് ആയിരുന്നു. സർ ഐവർ ജെന്നിങ്സ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ, 1950-കളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? മുഖം വെച്ച 2 കാളകളായിരുന്നു. 1950-കളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ആദ്യ ലോകസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. കാരണം സഭയിലെ ആകെ സീറ്റുകളുടെ 10%, അതായത് 50 സീറ്റുകൾ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ലഭിച്ചിരുന്നില്ല. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ CPIക്ക് ലഭിച്ചത് 16 സീറ്റുകളാണ്. അനൗദ്യോഗികയാണ് AKG. 36-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ വാണിജ്യ മന്ത്രി ആരായിരുന്നു? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. 37-ാമത്തെ ക്വസ്റ്റ്യൻ, 1952-ലെ തിരഞ്ഞെടുപ്പിൽ
ദക്ഷിണേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വലിയ വിജയം ലഭിച്ച പ്രദേശങ്ങളൊക്കെ ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ്, മദ്രാസ്, മലബാർ, കേരളം. ആന്ധ്രാപ്രദേശ്, മദ്രാസ്, മലബാർ, കേരളം. 38ാമത്തെ ക്വസ്റ്റ്യൻ, ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വച്ച പ്രശസ്തമായ രാഷ്ട്രീയ ദർശനം ഏതാണ്? സമഗ്ര മാനവ മതം. സമഗ്ര മാനവ മതം എന്ന പ്രശസ്തമായ രാഷ്ട്രീയ ദർശനം മുന്നോട്ട് വെച്ചത് ആരാണ്? ദീൻദയാൽ ഉപാധ്യായ. 39ാമത്തെ ക്വസ്റ്റ്യൻ, 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അവതരിപ്പിച്ച് വലിയ വിവാദമായ ബില്ല് ഏതാണ്? വിദ്യാഭ്യാസ ബില്ല്, ജോസഫ് മുണ്ടശ്ശേരി, കാർഷിക ബന്ധ ബില്ല്, അഗ്രേറിയൻ റിലേഷൻസ് ബില്ല്, കെ.ആർ. ഗൗരിയമ്മ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് രീതിയിലുള്ള സമൂഹ നിർമ്മിതി തങ്ങളുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1955 ആവടി കോൺഗ്രസ് സമ്മേളനമാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ ജനസംഘം ഉന്നയിച്ച ഒരു ദേശം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്ന ആശയം എന്തിനെയാണ് അടിസ്ഥാനമാക്കിയത്? പാശ്ചാത്യ അന്താനുകരണങ്ങൾക്ക് പകരം ഭാരതീയ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഊന്നിയുള്ള രാഷ്ട്ര നിർമ്മിതിയാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, 1952 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലൊട്ടാകെ വോട്ട് ചെയ്ത സ്ത്രീകളുടെ ശതമാനം എത്രയായിരുന്നു? ഏകദേശം 40%. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലെ ആകെയുള്ള 489 സീറ്റുകളിലേക്ക് മത്സരിച്ച ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയായിരുന്നു? 1874 സ്ഥാനാർത്ഥികളാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, 1957 കേരളത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആദ്യ ധനകാര്യമന്ത്രി ആരായിരുന്നു? ശ്രീ അച്യുതമേനോൻ. 45ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി, കേരളീയനായ ആദ്യ കേന്ദ്രമന്ത്രി. 46ാമത്തെ ക്വസ്റ്റ്യൻ, 1952 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ആകെ വോട്ട് വിഹിതം എത്രയായിരുന്നു? 45%. ഏകദേശം. 47ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ റാം മനോഹർ ലോഹ്യ രൂപീകരിച്ച പ്രശസ്തമായ സാമ്പത്തിക അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം ഏതാണ്? ചൗകം ഫ രാജ് ആണ്. 4 തലത്തിലുള്ള വികേന്ദ്രീകൃത ഭരണ സംവിധാനമാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ റാം മനോഹർ ലോഹ്യ രൂപീകരിച്ച പ്രശസ്തമായ സാമ്പത്തിക രാഷ്ട്രീയ സിദ്ധാന്തം ഏതാണ്? ചൗകം ഫ രാജ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഒരംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ മാത്രം. 49ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI പിളർന്ന് CPIM രൂപീകൃതമായ വർഷം എന്നാണ്? 1964. അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് പറയുന്നില്ല. 50ാമത്തെ ക്വസ്റ്റ്യൻ, 1957 രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകൾ എത്രയായിരുന്നു? 371 സീറ്റുകൾ. ആകെ 494 സീറ്റുകളിൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? GV മാവലിങ്കർ ആയിരുന്നു. ഗണേഷ് വാസുദേവ് മാവലിങ്കർ, GV മാവലിങ്കർ. 52ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? M അനന്തശയനം അയ്യങ്കാറാണ്. M അനന്തശയനം അയ്യങ്കാർ. 53ാമത്തെ ക്വസ്റ്റ്യൻ, 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ നാൽഗൊണ്ട, അത് ആന്ധ്രാപ്രദേശിലാണ്, നാൽഗൊണ്ട ആന്ധ്രാപ്രദേശ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? രവിനാരായണ റെഡ്ഡിയാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, C രാജഗോപാലാചാരി രൂപീകരിച്ച സ്വതന്ത്ര പാർട്ടിയിലെ പ്രധാന
നേതാക്കളായിരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ആരെല്ലാമായിരുന്നു? കെ മുൻഷി, എൻ ജി രംഗ, മീനു മസാനി തുടങ്ങിയവർ. 55-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ 1951 മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ പ്രധാന കാരണം എന്തായിരുന്നു? ഹിന്ദു കോഡ് ബില്ലായിരുന്നു. ഹിന്ദു കോഡ് ബിൽ പാർലമെന്റിൽ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായിരുന്നു. 56-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ ജനസംഘം ഇന്ത്യയുടെ ഏക ഔദ്യോഗിക ഭാഷയായി വാദിച്ച ഭാഷ ഏതാണ്? ഹിന്ദി. ഇംഗ്ലീഷിന് പകരം ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് വാദിച്ചു. 57-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടവകാശമുണ്ടായിരുന്ന ജനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ഏകദേശം 17 കോടി. 58-ാമത്തെ ക്വസ്റ്റ്യൻ, 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന ചരിത്ര പ്രസിദ്ധമായ EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ മന്ത്രിമാർ ഉണ്ടായിരുന്നു? 11 അംഗങ്ങൾ. EMS ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 അംഗങ്ങൾ. EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ 11 പേരാണ് ഉണ്ടായിരുന്നത്. EMS മാറ്റിയ 10 പേര്. EMS ഉൾപ്പെടെ 11 പേര്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ വിജയിച്ച ആകെ സീറ്റുകളുടെ എണ്ണം 16 സീറ്റുകൾ. 60-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഏകകക്ഷി മേധാവിത്വ ഭരണകാലത്തെ കോൺഗ്രസ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ചത് ആര്? രജനി കോത്താരിയാണ്. 61-ാമത്തെ ക്വസ്റ്റ്യൻ, 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രധാന ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയായിരുന്നു? 14 ദേശീയ പാർട്ടികൾ. 62-ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? SA ഡാംഗെ ആയിരുന്നു. 63-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ജനാധിപത്യം പാശ്ചാത്യ മാതൃകയുടെ അനുകരണമല്ല, മറിച്ച് ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് വാദിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? ഭാരതീയ ജനസംഘം. 64-ാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും മദ്രാസ് മുഖ്യമന്ത്രിയുമായിരുന്ന പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര്? കെ കാമരാജ് ആണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ആചാര്യ നരേന്ദ്രദേവ് ആണ്. 66-ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി രൂപീകൃതമായ വർഷം 1948-ലാണ്. വർഷം ഏതാണ്? 1948. 1934 കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് 1948 കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്ത ഇരട്ട അംഗത്വം വിലക്കിയതോടെയാണ് പ്രത്യേക പാർട്ടിയായത്. 1948, 1934. 67-ാമത്തെ ക്വസ്റ്റ്യൻ, 1951 ആദ്യ ഇലക്ഷൻ കമ്മീഷന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? 40 ലക്ഷത്തോളം സ്ത്രീകളുടെ പേരുകൾ സ്വന്തം പേരിന് പകരം ഇന്ന ആളുടെ ഭാര്യ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മകൾ ഇങ്ങനെയൊക്കെ മാത്രമാണ് രേഖപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ 40 ലക്ഷം സ്ത്രീകളുടെ പേരുകൾ സ്വന്തം പേരിന് പകരം ഇന്ന ആളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മകൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നേരിട്ട പ്രധാന വെല്ലുവിളി ഇതായിരുന്നു. 68-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി എല്ലാ ധാരകളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ട അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ ആര്? മൈറോൺ വെയ്നർ ആയിരുന്നു. മൈറോൺ വെയ്നർ. 69-ാമത്തെ ക്വസ്റ്റ്യൻ, 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ ദേശീയ പാർട്ടി CPI ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം നേടിയ രണ്ടാമത്തെ പാർട്ടി ഏതായിരുന്നു? സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു. ഇവർക്ക് 10.6% വോട്ട് ലഭിച്ചെങ്കിലും 12 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. 70-ാമത്തെ ക്വസ്റ്റ്യൻ, 1950-കളിൽ ആചാര്യ JB കൃപലാനി രൂപീകരിച്ച പ്രശസ്തമായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. അത് ഇവിടെ തെറ്റായിട്ട് വന്നതാണ്. ആചാര്യ JB കൃപലാനി രൂപീകരിച്ച പ്രശസ്തമായ രാഷ്ട്രീയ പാർട്ടി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയായിരുന്നു. KMPP. 71-ാമത്തെ ക്വസ്റ്റ്യൻ, 1957 കേരളത്തിലെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവു കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്നാരോപിച്ച്.
ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആയിരുന്നു. ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. 72ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വിരലിൽ പുരട്ടാൻ ഉപയോഗിച്ച മായാത്ത മഷി വികസിപ്പിച്ചെടുത്ത സാധനം എന്ന് വെച്ചാൽ വിരലിൽ പതിപ്പിച്ച ഈ മായാത്ത മഷി എന്ന് വെച്ചാൽ ഇൻഡെലിബിൾ ഇങ്ക് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ ആയിരുന്നു, NPL, ന്യൂഡൽഹി. 73ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായി പ്രവർത്തിച്ചിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? ജനതയായിരുന്നു. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഇലക്ഷൻ മെഷീൻ മാത്രമല്ല, അതൊരു സാമൂഹിക പ്രസ്ഥാനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രശസ്ത രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ മോറിസ് ജോൺസ് ആയിരുന്നു. 75ാമത്തെ ക്വസ്റ്റ്യൻ, 1950കളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ സഹകരണ കൃഷി അതായത് കോപ്പറേറ്റീവ് ഫാമിംഗ് സമ്പ്രദായത്തെ ഏറ്റവും ശക്തമായി എതിർത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വതന്ത്ര പാർട്ടിയാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനാധിപത്യം ഒരു മരീചികയാണെന്നും ദരിദ്ര രാജ്യങ്ങളിൽ അത് വിജയിക്കില്ലെന്നും പ്രവചിച്ച ബ്രിട്ടീഷ് എഡിറ്റർ ആരാണ്? നെവിൽ മാക്സ്വെൽ ആയിരുന്നു. 77ാമത്തെ ക്വസ്റ്റ്യൻ, 1950കളിൽ വിദേശ നയത്തിൽ ഇന്ത്യ പൂർണ്ണമായും അമേരിക്കൻ സഖ്യത്തിൽ ചേരണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? സ്വതന്ത്ര പാർട്ടിയായിരുന്നു. 1950കളിൽ വിദേശ നയത്തിൽ ഇന്ത്യ പൂർണ്ണമായും അമേരിക്കൻ സഖ്യത്തിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം സ്വതന്ത്ര പാർട്ടിയായിരുന്നു. 78ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ ജയപ്രകാശ് നാരായണൻ 1950കളുടെ മധ്യത്തിൽ സജീവ രാഷ്ട്രീയം വെടിഞ്ഞ് ഏത് പ്രസ്ഥാനത്തിലാണ് പങ്കാളിയായത്? ആചാര്യ വിനോദ് ഭാവെയുടെ ഭൂദാൻ പ്രസ്ഥാനത്തിലാണ് പങ്കാളിയായത്. 79ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി നോൺ കോൺഗ്രസിതര ഐക്യം എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് ആരാണ്? ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആയിരുന്നു. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അംബർല പാർട്ടി, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആര്? രജനി കോത്താരിയാണ്. അംബർല പാർട്ടി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് രജനി കോത്താരിയാണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ ചിനി മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. 1951 ഒക്ടോബർ 25-ന് വോട്ട് രേഖപ്പെടുത്തി. 82ാമത്തെ ക്വസ്റ്റ്യൻ, 1952-ലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്ക് മത്സരിച്ച സ്ത്രീകളുടെ എണ്ണം എത്രയായിരുന്നു? 45 പേർ. ഇതിൽ 22 സ്ത്രീകൾ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 83ാമത്തെ ക്വസ്റ്റ്യൻ, 1950-ൽ ബോംബെയിൽ വെച്ച് നടന്ന യോഗത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഏതാണ്? ഹിന്ദ് മസ്ദൂർ സഭയായിരുന്നു. 84ാമത്തെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1925 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. 85ാമത്തെ ക്വസ്റ്റ്യൻ, 1952-ൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ബോംബെ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് ഡോക്ടർ BR അംബേദ്കറെ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരുന്നു? NS കജറോൾക്കർ ആയിരുന്നു. നാരായൺ സദോബ കജറോൾക്കർ ആയിരുന്നു. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം ആളുകൾക്കാണ് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നത്? 15% ആളുകൾക്ക് മാത്രം. ഇത്രയാണ് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളും അത് അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും. അപ്പൊ നമ്മൾ ഇതോടുകൂടി രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഈ പഴയ വീഡിയോ കാണാത്തപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ വെച്ചിട്ടായിരുന്നു പഠിച്ചത്. അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റുകളായിരുന്നു നമ്മൾ നോക്കിയത്. ഇപ്പൊ ഈ വീഡിയോയിലാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ വൈസ് അത് തയ്യാറാക്കി നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് അത് കാണാം.
ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.